നമ്മൾ നോക്കാൻ പോണത് നോർമൽ സീമൻ എഫക്റ്റാണ്. ഓക്കെ, നോർമൽ സീമൻ എഫക്റ്റ് നമ്മൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അത് എക്സ്പെരിമെൻ്റലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള ഫിനോമിനനാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഈ സ്പ്ലിറ്റിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോർമൽ സീമൻ എഫക്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നോർമൽ സീമൻ എഫക്റ്റ് നമ്മൾ പഠിച്ച ഡെഫിനിഷൻ സ്പ്ലിറ്റിംഗ് ഓഫ് വൺ സിംഗിൾ സ്പെക്ട്രൽ ലൈൻ ഇൻറ്റു 3 എന്നായിരിക്കാം നോർമൽ സീമൻ എഫക്റ്റ് പഠിച്ചിട്ടുണ്ടാവുക. സ്പെസിഫിക്കലി 3 ആണ്. നോർമൽ സീമൻ എഫക്റ്റിൽ എല്ലായ്പ്പോഴും 3 സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. സാധാരണ നെറ്റ് സ്പിൻ 0 ആയിട്ടുള്ള ആറ്റത്തിലാണ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിലാണ് നമുക്ക് നോർമൽ സീമൻ എഫക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ML എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ്, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അത് -GLE L/2m ആണ്. GL എന്ന് പറയുന്നത് ലാൻഡേജി ഫാക്ടർ, E ചാർജ് ഓഫ് ഇലക്ട്രോൺ, L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, M മാസ് ആണ്. ഓക്കെ, ΔE ഇൻട്രാക്ഷൻ എനർജി ΔE എന്ന് പറയുന്നത് -μL.B ആണ്, നമുക്കറിയാം. ആൻഡ് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത് L.B ആണ്, അല്ലേ? ഈ L.B എന്ന് പറഞ്ഞാൽ ശരിക്കും LB cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊജക്ഷൻ ഓഫ് L on B, അതല്ലേ L cos θ L.Bയിൽ. ആ L.Bയെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വെക്ടർ ആറ്റം മോഡൽ പ്രകാരം പ്രൊജക്ഷൻ ഓഫ് L ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ക്വാണ്ടൈസ്ഡ്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ML വാല്യൂസ് എന്താണ് തരുന്നത്? ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ഓഫ് L, അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ എല്ലിൻ്റെ, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സ്പേസ് ക്വാണ്ടൈസേഷൻ സംഭവിക്കും. ക്വാണ്ടൈസ്ഡ് ആണ്. എല്ലിന് എല്ലാ ഓറിയൻറ്റേഷൻസും പോസിബിൾ ആവില്ല. ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ള ഓറിയൻറ്റേഷൻസേ പോസിബിൾ ആവുള്ളൂ. അതാണ് ML കട്ട് തരുന്നത്, ശരിയല്ലേ? ഈ ML കട്ട് അതാണ് ഞാൻ ഈ പടത്തിൽ കാണിച്ചേക്കണേ. മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ ഇൻഫ്ലുവൻസിൽ ഈ എല്ലിന് certain specific orientations are possible that are given by this ML values, magnetic orbital angular momentum values, and these orientations are ML cut always, with ML values vary with respect to L values. Okay, അപ്പോൾ ഈ ഇക്വേഷനിൽ L.B ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എല്ലിന് പകരം ML കട്ട് കൊടുക്കാം. സോറി, L.Bക്കല്ല, L cos θയ്ക്ക് പകരം ML കട്ട് കൊടുക്കാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് L.Bക്കല്ല കേട്ടോ, L cos θയ്ക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ML കട്ട് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആവും. വിത്ത് μB, ഈ ടൈമിനെ μB എന്ന് എഴുതും. μB എന്താണ്? EH/2m അല്ലെങ്കിൽ there is a mistake, EH ആണ് ഇത് കേട്ടോ, EH/4πm or EH/2m. ഇതാണ് എന്ത്? μB. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ചുരുക്കി എഴുതുന്നത്. μB എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റോൺ ആണ്. അത് ഒരു ഫണ്ടമെൻ്റൽ വാല്യൂ ആണ് ΔE മെഷർ ചെയ്യുന്നതിൽ, ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MLന് 12+1 വാല്യൂസ് പോസിബിൾ ആണ് ഫോർ എ സിംഗിൾ L. ദെയർഫോർ അവർ ഇൻട്രാക്ഷൻ എനർജി ΔE ക്യാൻ ഓൾസോ ഹാവ് 12+1 വാല്യൂസ്, ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ L 1 ആണെങ്കിൽ ML -101 ആണ്. അപ്പോൾ ΔEക്കും MLൻ്റെ വാല്യൂസ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഫോർ എ സിംഗിൾ L ദർ വിൽ ബി 3 ΔE വാല്യൂസ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ ബിക്കം എ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ML വാല്യൂസ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ്. അതുവരെ നമുക്കൊരു റെഫറൻസ് ഡയറക്ഷൻ പറയാനില്ല. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് നമുക്കൊരു റെഫറൻസ് ഡയറക്ഷൻ പറയാം. അപ്പോൾ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B വരുമ്പോൾ ML ക്യാൻ ബി സ്പെസിഫൈഡ് വിത്ത് റെസ്പെക്ട് ടു എ B ഡയറക്ഷൻ. നമ്മളിവിടെ B പറഞ്ഞിട്ടില്ലേ? ഈ B കൊടുത്തേക്കുന്നത്, ഈ B നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് MLനെ
ഈ റെഫറൻസ് ഡയറക്ഷൻ വെച്ചിട്ട് ബിയുടെ റെഫറൻസ് ഡയറക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണത്. അപ്പോൾ എം എൽ വാല്യൂസ് നമ്മുടെ ഈ ഡെൽറ്റ ഇയിൽ സിഗ്നിഫിക്കൻ്റ് ആവും ഇവിടെ. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുക, ഒരു ഇലക്ട്രോൺ സിസ്റ്റം. അതിൽ 1p1 1s0 എന്ന് പറയുന്ന 2 ലെവൽസാണ് ഉള്ളതെന്ന് കരുതുക. ഈ 1p1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി 1 ആണ് കേട്ടോ. അപ്പോൾ S0 അല്ലേ. ഈ 1p1 സിസ്റ്റംസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റംസ് ആയിരിക്കില്ല. എന്ന് പറയുമ്പോൾ സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഒരിക്കലും സ്പിന്ന് 0 ആവില്ല. സ്പിന്നിൻ്റെ വാല്യൂ എപ്പോഴും 1/2 ആണ് ഫോർ എ സിംഗിൾ ഇലക്ട്രോൺ. അപ്പോൾ S0 ആകുകയെന്ന് പറഞ്ഞാൽ ആലോചിക്കണം, അതൊരു സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കില്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ടാവണം എന്തായാലും, ശരിയല്ലേ? അത് ഓർത്തോണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിംഗ്ലറ്റ് സ്റ്റേറ്റുകളുള്ള സിസ്റ്റംസാണ് നോർമൽ സീമൻ എഫക്റ്റ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ 2s+1 വാല്യൂ 2s+1 എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിസിറ്റിയുടെ വാല്യൂ 1 അല്ല. ഇപ്പോൾ 2 ആണെന്നിരിക്കട്ടെ, 2 ആണെങ്കിൽ ഓൾറെഡി അത് ഡബ്ലറ്റ് ആവുമ്പോൾ അത് സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കാരണം അവിടെ ഓൾറെഡി സ്പെക്ട്രൽ ലൈൻസിന് അവിടെ എനർജി ലെവൽസ് സ്പ്ലിറ്റപ്പ് ചെയ്യുന്നുണ്ട് പിയുടെ. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇല്ല. ഇവിടെ സിംഗ്ലറ്റ് സ്റ്റേറ്റുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്പിൻ ഓർബിറ്റ് ഇൻട്രാക്ഷൻ കാരണം ഇവിടെ എനർജി ലെവലുകൾ സ്പ്ലിറ്റ് ചെയ്യണില്ല. നമ്മുടെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് എനർജി ലെവൽസ് സ്പ്ലിറ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിംഗ്ലറ്റ് സ്റ്റേറ്റുകളാണ് നോർമൽ സീമൻ എഫക്റ്റ് കാണിക്കണമെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം. S0 ആകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും 1 ഇലക്ട്രോൺ സിസ്റ്റം ആയിരിക്കില്ല. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ 1 ആയിട്ടുള്ള സിസ്റ്റം ആയിരിക്കില്ല. അതിൻ്റെ അർത്ഥം 1 ഇലക്ട്രോൺ സിസ്റ്റംസ് ഒരിക്കലും നോർമൽ സീമൻ എഫക്റ്റ് കാണിക്കില്ല. ഓക്കെ, നോർമൽ സീമൻ എഫക്റ്റ് ഇസ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ സിംഗ്ലറ്റ് സ്റ്റേറ്റ്സ്. നെറ്റ് സ്പിൻ ഓഫ് ദ ആറ്റം ഇസ് 0 നമ്മൾ പറഞ്ഞല്ലോ. അപ്പം സ്പിൻ വിത്ത് നെറ്റ് സിസ്റ്റംസ് വിത്ത് നെറ്റ് സ്പിൻ 1/2 ഡു നോട്ട് ഷോ നോർമൽ സീമൻ എഫക്റ്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാഡ്മിയം ആറ്റത്തിൻ്റെ 2 ലെവൽസ് തമ്മിലുള്ള ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ 1p1 1s0 എന്ന് പറയുന്ന 2 സ്റ്റേറ്റുകൾ. ഓക്കെ, 1p1 എന്നും 1s0 എന്നും പറയുന്ന സിംഗ്ലറ്റ് സ്റ്റേറ്റുകളാണെന്ന് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പം an electron excitation from 1s0 to 1p1 de-excites and this transition will produce a spectrum. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഡെൽറ്റ ഇയുടെ വാല്യൂസ് 3 ഉണ്ടാവും. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് +1 -1 0 ml വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 എനർജി ലെവൽസ് ആയിരിക്കും. ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് എനർജി ലെവൽസ് ഈസ് mu bb. ഓക്കെ, അത് ഈക്വേഷനിൽ നിന്നാണ് കേട്ടോ. GLൻ്റെ വാല്യൂ 1 ആണ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റിന്. പിന്നെയുള്ളത് ML ആണ്. MLൻ്റെ വാല്യൂസാണ് വ്യത്യാസപ്പെടുന്നത്. μB അങ്ങനെ തന്നെ ഉണ്ട്. MLൻ്റെ വാല്യൂസ് വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് നമുക്ക് 3 ആയിട്ട് കിട്ടുന്നു. അതാണ് 3 എണ്ണം. ആ 3 എണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എത്ര ആയിരിക്കും? 1 വെച്ചിട്ടല്ലേ മുമ്പേക്കും താഴേക്കും ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ μB ആയിരിക്കും ഈ സ്പെക്ട്രൽ ലെവൽസ് അല്ല, എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ ഒരു ട്രാൻസിഷൻ നടന്നിടത്ത് ഇവിടെ ആക്ച്വലി 3 ട്രാൻസിഷൻസ് ആണ് നടക്കേണ്ടത് അല്ലേ? നമുക്ക് പറയാം. ഡെൽറ്റ ഇ MLB ആണ്. ഡെൽറ്റ ഇ വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 3 ആൻഡ് ഡെൽറ്റ ഇ വിൽ ഹാവ് 3 വാല്യൂസ്. നമ്മൾ പറഞ്ഞു ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സിംഗ്ലറ്റ് ലെവൽ ഇസ് സ്പ്ലിറ്റ് ഇൻറ്റു 3. ഇനി നോർമൽ സീമൻ ഇഫക്റ്റിന് ഒരു സെലക്ഷൻ റൂൾ ഉള്ളത്. അതിൻ്റെ ML വാല്യൂസ് 0യും +or-1 ആകാം. ഡെൽറ്റ എൽ വാല്യൂ +or-1 ആകാം. ഓക്കെ, ഇതാണ് സെലക്ഷൻ റൂൾ ഫോർ നോർമൽ സീമൻ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ അതേ കേസാണ്. 1p1 ലെവലിൽ നിന്ന് 1s0യിലേക്കുള്ള ട്രാൻസിഷൻ വിത്തൗട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ആൻഡ് വെൻ വി അപ്ലൈ എ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ലെവൽ P splits into 3 and there will be 3 transitions in the place of 1 transition in the presence of magnetic field. Okay, this energy level difference is mu bb here. Okay,
ഈ 1s0 എന്ന് പറയുന്ന ലെവൽ സ്പ്ലിറ്റ് ആവില്ല. അതിന് കാരണം എന്താ? അതിൻ്റെ ML വാല്യൂ 0 തന്നെയാണ്. L=0 അല്ലേ എസ് സ്റ്റേറ്റ്. അപ്പോൾ അതിന് ML വാല്യൂവിന് ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, ദാറ്റ് ഈസ് 0. അപ്പോൾ ഈ ലെവൽ സ്പ്ലിറ്റ് ചെയ്യില്ല. P ലെവൽ സ്പ്ലിറ്റ്സ് ഇൻറ്റു 3 ആൻഡ് ദർ വിൽ ബി 3 ട്രാൻസിഷൻസ്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ സ്പെക്ട്രത്തിൽ ഒരു ലൈനിന് പകരം 3 ലൈൻസ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പം ഒരു ലൈൻ ഉണ്ടാവുമല്ലോ, ആ സെയിം പൊസിഷനിലായിരിക്കും ഇതിൻ്റെ വിത്ത് മാഗ്നറ്റിക് ഫീൽഡിലും ഒരു ലൈൻ ഉണ്ടാവുക. ആൻഡ് ദർ വിൽ ബി എ സിമെട്രിക് ഷിഫ്റ്റ് ഇൻ ദി ലെഫ്റ്റ് ആൻഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദിസ് ഒറിജിനൽ ലെവൽ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ആ ആക്ച്വൽ ലെവലിനെ, ആ ആക്ച്വൽ സ്പെക്ട്രൽ ലൈനിനെ നമ്മൾ പൈ ലൈൻ എന്നും സ്പ്ലിറ്റ് ചെയ്ത് പുതിയതായി ഉണ്ടായി വന്ന ആ 2 ലൈനുകളാണ് സിഗ്മ പ്ലസും സിഗ്മ മൈനസും. ഓക്കെ, ML=+1 ഉള്ള ലൈനിനെയാണ് നമ്മൾ സിഗ്മ പ്ലസ് എന്നും ML=-1 ഉള്ളതിനെയാണ് സിഗ്മ മൈനസ് എന്നും വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഒറിജിനൽ ലൈൻ അത് ML=0 ഉള്ള ലൈൻ, ദാറ്റ് ഈസ് പൈ ലൈൻ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെക്ട്രൽ ലൈൻസും UBB ആണ്, അതും പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഒരു കാര്യമുള്ളത്, ഈ ഒരു സിംഗിൾ ലെവല് 3 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലോ. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ലൈനുകളെല്ലാം, സ്പെക്ട്രൽ ലൈനുകളെല്ലാം പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 സൈ ലെവൽസും 2 സൈ ലൈൻസും ആകെയുള്ള പൈ ലൈനും ദേ ആർ ഓൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഈ പറയുന്ന കാര്യം. നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്പെക്ട്രൽ ലൈൻ ഒബ്സർവ് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് സഡൻലി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സഡൻലി ദ സ്പെക്ട്രം വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 3 ലൈൻസ്. ഓക്കെ, there will be a line in the original position, that is an unshifted line, and 2 lines are formed on either side of this original line due to the presence of this magnetic field. Okay, ഇനി ഒരു 1D2 ആൻഡ് 1P1 ലൈനുകൾക്കിടയ്ക്കുള്ള സീമൻ സ്പെക്ട്ര വരയ്ക്കാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് 1D2 1P1 എന്ന് പറയുന്ന 2 ലൈനുകൾ ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ ഉള്ള സീമൻ സ്പെക്ട്രയാണ് ഈ കാണിച്ചേക്കണേ. അപ്പോൾ 1D2ഉം 1P1ഉം സ്പ്ലിറ്റ് ചെയ്യും. D എന്ന് പറയുന്നത് L=2 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ML വാല്യൂസ് എത്ര ഉണ്ടാവും? -2, -1, 0, 1, 2 ഉണ്ടാവും. അങ്ങനെയാണ് 4ആയിട്ട് ഈ 1D2 സ്പ്ലിറ്റ് ആയിരിക്കുന്നത്. 1P1 എന്ന് പറയുന്നത് 3ആയിട്ട് സ്പ്ലിറ്റായി. ML വാല്യൂസ് 1, 0, -1 അല്ലേ. അങ്ങനെയുള്ള സ്പെക്ട്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് നമ്മൾ സ്പെക്ട്രൽ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ML=0 +or-1ഉം L=+or-1ഉം ആണ് നമ്മുടെ കണ്ടീഷൻസ്. അത് വെച്ചിട്ട് നമ്മൾ ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 സെറ്റ് ഓഫ് ലൈൻസ് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് 2ൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 0യിലേക്ക്, 0യിൽ നിന്ന് -1ലേക്ക്, ദാറ്റ് ഈസ് ഡെൽറ്റ ML=+1 ആണ് ഈ സെറ്റ് ഓഫ് ലൈൻസ് റെഡിലുള്ളത്. ഡെൽറ്റ ML=0 ആണ് ഈ ബ്ലൂ ലൈൻസ്, 1 to 1, 0 to 0, -1 to -1, ആൻഡ് ഡെൽറ്റ ML=-1 ആണ് ഈ ഗ്രീൻ ലൈൻസ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് 3 ലൈൻസിനും പക്ഷേ ഒരേ എനർജി ആയിരിക്കും. കാരണം എന്താണെന്നറിയോ? ഇതിപ്പോൾ 2 എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ഇവിടുത്തെ 1 എന്ന ലെവലിലേക്കാണ്. ഇത് 1 എന്ന ലെവലിൽ നിന്ന് ഇവിടുത്തെ 0 എന്ന ലെവലിലേക്കാണ്. അതായത് ഇതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും ഇതിൽ 3ലും ഡിഫറൻ്റ് ആണെങ്കിലും ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ് ആർ ഓൾവേസ് ദ സെയിം. അതെന്താണെന്ന് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ μB ആണ് ഈ ലെവലുകളെല്ലാം തമ്മിലുള്ള ഡിഫറൻസ്. അത് നമുക്കറിയാം. നമ്മുടെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ MLനുള്ള ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ΔE വാല്യൂസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തമ്മിലുള്ളത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു μBB ആയിരിക്കും. ഓക്കെ, അതിൽ ഈ ലെവൽസ് എല്ലാം തമ്മിൽ μBB ആണ് ഡിഫറൻസ് എങ്കിൽ ഈ ലെവലിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും, അതുപോലെ ഈ ലെവലിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും, ഈ ലെവലിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ഡെൽറ്റ ML വാല്യൂ സെയിം ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ML വാല്യൂ സെയിം ഉള്ള ഈ 3 എണ്ണത്തിനും സെയിം എനർജി ആയിരിക്കും. സ്പെക്ട്രൽ ലൈൻസ് ട്രാൻസിഷൻസ് 3 ഉണ്ടാവും, പക്ഷേ സെയിം എനർജി ആയതുകൊണ്ട് ഓൾ ദീസ് 3 ലൈൻസ് കറസ്പോണ്ട്സ് ടു എ സിംഗിൾ സ്പെക്ട്രൽ ലൈൻ ഇൻ ദി സ്പെക്ട്രം. ഓക്കെ, ട്രാൻസിഷൻസ് 3 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെക്ട്രൽ ലൈൻ ഉണ്ടാവുള്ളൂ.
അതേപോലെ ഇവിടെ ഡെൽറ്റ എം എൽ ഈക്വൽ ടു 0 ആണ് ഇവിടെ. അപ്പോൾ ഇവിടെയും ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും സെയിം ആണ് ഈ 3 ട്രാൻസിഷൻസിനും. അതുകൊണ്ട് തന്നെ ഇതിന് മൂന്നിനും all these 3 transitions correspond to a single energy level, a single energy of transition. Therefore the spectral line will produce a single spectrum corresponding to these 3 lines. അതുപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തപ്പോൾ ഒറ്റ സ്പെക്ട്രൽ ലൈനായിട്ടിരുന്നത് 3ആയിട്ട് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ 9 ട്രാൻസിഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷേ 9 ട്രാൻസിഷൻ കറസ്പോണ്ട്സ് ടു ഓൺലി 3 ലൈൻസ്. അപ്പോൾ എപ്പോഴും നോർമൽ സീമാൻ എഫക്റ്റിൽ സ്പ്ലിറ്റിങ് 3 ലൈനായിട്ട് മാത്രമായിരിക്കും സ്പ്ലിറ്റ് ആകുക. ഓക്കെ, ട്രാൻസിഷൻസ് 9 എണ്ണമാണ് ഇവിടെ. പക്ഷേ സ്പ്ലിറ്റിംഗ് വിൽ ബി spectral line, newly formed spectral line will be 3. This blue line is on the actual position of the spectrum as in the absence of magnetic field, and in the presence of magnetic field there will be 2 additional lines on either side. Okay, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് നമ്മുടെ എനർജി ലെവൽസ് മാറുന്നതിനനുസരിച്ച് ഡിഫർ ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ട്രാൻസിഷൻസും നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസും ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. 1p1ഉം 1s0യും തമ്മിൽ ട്രാൻസിഷൻസ് 3 എണ്ണം ഉണ്ടാവും. പക്ഷേ സ്പെക്ട്രൽ ലൈൻസ് എല്ലായിടത്തും എത്രയായിരിക്കും? 3 തന്നെ ആയിരിക്കും. നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ചേഞ്ച് ചെയ്യണില്ല. 1d2 1p1ൽ 9 ആയിരിക്കും, 1f3 1d2ൽ 15 ആയിരിക്കും. അങ്ങനെ നമ്പർ ഓഫ് ട്രാൻസിഷൻസ് ഡിഫർ ചെയ്യും, പക്ഷേ സ്പെക്ട്രൽ ലൈൻസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. ഡെൽറ്റ എം എൽ വാല്യൂ സെയിം ആയിട്ട് വരുന്നതിനെല്ലാം എന്തായിരിക്കും? ഡെൽറ്റ ഇ. അത് കാരണം ഉണ്ടാകുന്ന ഡെൽറ്റ ഇ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അത്. അപ്പോൾ ഒരു എനർജി ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെക്ട്രൽ ലൈനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ചേഞ്ച് ആണല്ലോ സ്പെക്ട്രം ആവണത്. ഇനി എക്സ്പ്രഷൻ ഫോർ സീമൻ ഷിഫ്റ്റ് ആണ്. സീമൻ ഷിഫ്റ്റ്. ഓക്കെ, സീമൻ ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, സീമൻ ഷിഫ്റ്റ് എന്ന് പറയുമ്പോഴേ ഈ സ്പെക്ട്രൽ ലൈനുകൾ തമ്മിലുള്ള ഷിഫ്റ്റാണ്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ ഡെൽറ്റ ഇയുടെ വാല്യൂ μB ആണ് ജൂൾസിൽ. നമ്മൾ ഇതിൽ നിന്ന് ഫ്രീക്വൻസി എഴുതി കഴിഞ്ഞാൽ അത് μB/h ആവും ഇൻ ഹെഡ്സ് അല്ലേ? ഫ്രീക്വൻസി ഓഫ് ട്രാൻസിഷൻ. ന്യൂ ബാർ എന്ന് പറയുന്നത് μB/hc ആണ്. അപ്പോൾ ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് μB/h ആയിരിക്കുമല്ലോ. അത് ഹെഡ്സിലാണ്. അപ്പോൾ ആ ഡെൽറ്റ ന്യൂവിനെ ഞാൻ ഡെൽറ്റ c/λ എന്ന് എഴുതി. അങ്ങനെ ഡെൽറ്റ c/λയെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് 1/λ² ഡെൽറ്റ λ എന്ന് എഴുതിയേക്കുന്നത്. അവിടെ നിന്ന് എനിക്ക് ഡെൽറ്റ λ μB/λ²/hc എന്ന് സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ സീമൻ ഷിഫ്റ്റ് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വേവ് ലെങ്ത് ആണ്. ഈ പറയുന്ന സ്പെക്ട്രൽ ലൈനുകളുടെ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്പെക്ട്രൽ ലൈനുകളുടെ വേവ് ലെങ്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഷിഫ്റ്റ് പറയുന്നത്. ഇപ്പം ലാംഡ എന്ന് പറയുന്നതാണ് അൺഷിഫ്റ്റഡ് ലൈനിൻ്റെ വേവ് ലെങ്തെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കണ അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കണ ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ ഡെൽറ്റ λ = μB/λ²/hc എന്ന് ചെയ്താൽ മതി. അത് നമ്മളിവിടെ നിന്നാണ് ഡിറൈവ് ചെയ്യണത്. ഓക്കെ, ഇതാണ് കാണിച്ചേക്കുന്നത്. 3 സ്പെക്ട്രൽ ലൈൻ. ഇതായിരിക്കും ആക്ച്വൽ സ്പെക്ട്രൽ ലൈൻ, ഒറിജിനൽ സ്പെക്ട്രൽ ലൈൻ. In the presence of magnetic field there will be 2 spectral lines on the either side. ഇതിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ എങ്കിൽ this shift can be calculated from this equation. Okay, this is all about normal Zeeman effect. അതിൻ്റെ തിയറിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി അനോമലസ് Zeeman effect ഉണ്ട്, അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ.